അബ്ദുൾ റബ്ബ് പാഠപുസ്തകം സ്കൂളുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് സമീപകാലത്ത് ജീവിതം തന്നെ കുഴപ്പത്തിലാകുമെന്ന് തോന്നി ചില മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. എവിടെ പോകുമ്പോഴും സാധാ പോലീസിനെ കൂടാതെ ആംഡ് ഫോഴ്സ്, കരസേന തുടങ്ങി വിവിധ സൈനിക സംഘങ്ങളെ കൂടെ കൊണ്ടുപോകും. പങ്കെടുക്കുന്ന വേദിയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സേനാക്കാരായിരിക്കും. അധ്യാപക ദിനത്തിൽ കാസർഗോഡ് നടന്ന ചടങ്ങിൽ വേദിയിലിരിക്കുന്ന അബ്ദുൾ റബ്ബ് എന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ചുറ്റും അണിനിരന്ന അർദ്ധപട്ടാളക്കാരെ കണ്ടാൽ ആരും പേടിച്ചു പോകും. അപ്പോൾ പിന്നെ കണ്ടുനിന്ന കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും? ഇത്ര വലിയ സേനയെ വിന്യസിക്കും മുമ്പ് എന്തിനായിരുന്നു എന്നുകൂടി അറിയണ്ടേ? മന്ത്രി വരും മുമ്പ് സ്കൂളിൽ നിന്ന് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു അധ്യാപികയെ സ്ഥലം മാറ്റിയതായി പ്രതിപക്ഷ സംഘടനകൾ ആരോപിച്ച് രംഗത്തെത്തി. അത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഇടതു സംഘടനാ പ്രവർത്തകരായ അധ്യാപകർ മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളികളും നടത്തി. മന്ത്രിയാണെങ്കിൽ സമീപകാലത്തായി പിടിച്ചാൽ കിട്ടാത്ത ദേഷ്യത്തിലാണ്. ക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടില്ലേ? വെട്ടും കുത്തുമൊന്നും ഈ വെട്ടിക്കറ ഡൈമന് പുത്തരിയല്ല. കേട്ടോടാ മുരുകപ്പ. പ്രശ്നമുണ്ടാക്കിയിട്ട് വഴങ്ങിക്കാനും നോക്കണ്ട. നടക്കൂല. അങ്ങനെയില്ല. അങ്ങനെ പറയേണ്ട ആളാണ് മന്ത്രിയുടെ ശാസനയ്ക്കിടയിലും അധ്യാപകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള മന്ത്രിയുടെ സന്ദേശവും കലിപ്പിലായിരുന്നു. ക്ഷോഭം മുറ്റിനിന്ന പ്രസംഗം. ഒരു അധ്യാപികനെ അല്ലെങ്കിൽ അധ്യാപികയെ ട്രാൻസ്ഫർ ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനും ഒക്കെ ഭരിക്കുന്ന ഏത് ഗവൺമെന്റിനും അധികാരമുണ്ട്. നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, ഞങ്ങൾ സഹകരിക്കില്ല എന്ന് മാത്രമേ വേണ്ടൂ. നിങ്ങൾ വാക്ക് കൊടുത്തതാണ്. ആ വാക്കിന് വിപരീതമായി ഇവിടെ സ്വാഗത പ്രസംഗം. അതിന്റെ ന്യായാന്യായതകൾ നോക്കി ആവശ്യമായ പരിശോധനകൾ നടത്തി തിരിച്ചെടുക്കേണ്ടവരെ തിരിച്ചെടുക്കും, ട്രാൻസ്ഫർ ചെയ്യേണ്ടവരെ ട്രാൻസ്ഫർ ചെയ്യും. അത് ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ സമരം ചെയ്യുന്നതിലൂടെ സർക്കാരിന്റെ പരിപാടികൾ അട്ടിമറിക്കുന്നതിലൂടെ ചെയ്യാൻ ശ്രമിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ട ടീച്ചറുടെ ഭാഗത്ത് പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആദ്യം സമ്മതിക്കണം എന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. അതല്ലാത്ത രീതിയിലുള്ള ഏത് സംസാരത്തിനും തയ്യാറാണ്. ഇവിടെ നിങ്ങൾ 10 പേര് സമരം ചെയ്യുന്നത് കൊണ്ട് മറിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരോടക്കം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമരം ചെയ്യുന്നത് നിങ്ങളുടെ ഏറ്റവും പരിഭാവനമായ ഈ അധ്യാപക ദിനത്തിലായാലും അധ്യാപക സമൂഹത്തിൽ നിന്നാണ്. പക്ഷേ ഇതുവരെ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി നടന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടികളെല്ലാം തന്നെ നിങ്ങൾ താറുമാറാക്കുകയാണ്. അതാണോ ഒരു അധ്യാപക സമൂഹം ചെയ്യേണ്ടത്? കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ നിങ്ങൾ അനുകൂലപ്പെടുത്തുന്നു. ഇന്ന് നിങ്ങളുടെ തന്നെ പരിപാടി നിങ്ങൾ അനുകൂലപ്പെടുത്തുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അതുമായി സഹകരിക്കാൻ കഴിയില്ല. ന്യായമായ ആവശ്യങ്ങൾ, നീതിപൂർവമായ ആവശ്യങ്ങൾ അനുവദിക്കാൻ തയ്യാറാണ്. അതിന് ശരിയായ രീതിയിലുള്ള ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുള്ള ചർച്ചകൾ വേണം. നിങ്ങളുടെ ഭാഗത്ത് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സസ്പെൻഡ് ചെയ്യപ്പെട്ട ടീച്ചറുടെ ഭാഗത്ത് പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആദ്യം സമ്മതിക്കണം. അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതല്ലാത്ത രീതിയിൽ
നിങ്ങളുടെ പിന്നെ ശക്തി കാണിച്ചുകൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാം, അങ്ങനെ സമ്മതിപ്പിച്ച് കളയാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി, നടക്കുകയില്ല എന്നുള്ള കാര്യം ഞാനിവിടെ ഉറപ്പ് പറയുകയാണ്. കാരണം ഈ ഒരു ദിനത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഏത് അവസരത്തിൽ നിങ്ങൾ സമരം ചെയ്താലും സമരം ചെയ്യാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാവർക്കും അധികാരമുണ്ട്, ഞാനതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ സമരം ചെയ്യുന്നത് നിങ്ങളുടെ ഏറ്റവും പരിഭാവനമായ ഈ അധ്യാപക ദിനത്തിലായത് അധ്യാപക സമൂഹത്തിന് തന്നെ നാണക്കേടാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ആ സംതൃപ്തി കൂടിപ്പോയതിന്റെ ലക്ഷണമാണ് നിങ്ങളിവിടെ കാണിക്കുന്ന പേക്കൂത്തുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായി പോയി. ഒരു അധ്യാപക ദിനത്തിൽ ഇതുപോലെ ചെയ്യാൻ മുന്നോട്ട് വന്ന, ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബഹുമാനവും ഇല്ല എന്നുള്ളത് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നേരത്തെ സമയവും തീയതിയും നിശ്ചയിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച ചെയ്യാം. പക്ഷെ നിങ്ങൾ അനുവദിക്കുന്ന കാര്യങ്ങൾ സമ്മതിച്ചാലേ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മന്ത്രിയുടെ പ്രസംഗം കേട്ടെങ്കിലും സമരഭടന്മാരായി രംഗത്തെത്തിയ അധ്യാപകർക്ക് തിരിച്ചറിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് മലർഗാഥ. എല്ലാവർക്കും വണക്കം. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ.